വെൽക്കം ബാക്ക് ടു കഫേ ഡി. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു വിശിഷ്ട അതിഥി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതേ അതിഥിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. വിശപ്പ് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണം എന്നുള്ളത്. അത് സമയത്ത് നമുക്ക് ഭക്ഷണം ലഭിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ. വിശപ്പ് എന്ന് പറയുന്നത് സർവ്വ ജീവജാലങ്ങൾക്കും ഉള്ള ഒരവസ്ഥയാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാൻ ഉള്ളതും മനുഷ്യവർഗം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ വിശപ്പിനൊപ്പം പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയായി കൂടെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും. സാധാരണ ജനങ്ങളുടെ, വളരെ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ അലയുന്ന ആളുകളുടെ ഭിക്ഷാടനം നടത്തി ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ആവശ്യമുള്ള അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു കൈത്താങ്ങായി മാറുകയാണ്. അവർക്കൊരു വലിയൊരു ഒരു ഒരു സഹായമായി മാറുകയാണ് അത്താഴക്കൂട്ടം എന്ന ഒരു പദ്ധതിയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇത് യുവ ബിസിനസ് രംഗത്തുള്ള യുവ പ്രതിഭകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭം. പ്രധാനമായും ഇത് കണ്ണൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, പയ്യന്നൂർ മേഖലയിലുള്ള അവിടെയുള്ള ജനമൈത്രി പോലീസുമായിട്ടൊക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. എന്തായാലും ഈ കഫേഡിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അത്താഴക്കൂട്ടത്തിൻ്റെ സാരഥി ശ്രീ ഷഫീഖ് മുഹമ്മദിനെ. നമസ്കാരം ഷഫീഖ്. നമസ്കാരം. ഷഫീഖ്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട് സാധാരണ. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ളൊരു കാര്യം? ഒരു അത്താഴക്കൂട്ടം അല്ലെങ്കിൽ ഈ വിശപ്പിൻ്റെ ഒരു വിളി, അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ളൊരു കാര്യം? അത്താഴക്കൂട്ടം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഷംറീസ് ബക്കറാണ്. ആദ്യമായിട്ട് തലശ്ശേരിയിലാണ് അത്താഴക്കൂട്ടം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾക്കറിയാം, കേരളത്തിലെ വിശപ്പ് എന്ന് പറയുന്ന സംഭവം, അതായത് വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ സർവേയിൽ വിശപ്പ് രഹിത ഭിക്ഷാടന വിമുക്ത കേരളം എന്നൊരു പ്രോജക്റ്റായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശപ്പ് രഹിതമായിട്ടുള്ള ഒരു കേരളം, അതാണ് നമ്മുടെ ഒരു പ്രധാന സ്വപ്നം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഓരോ സിറ്റീസിലും നമ്മൾ ഓരോ ഫ്രീസർ വെച്ചിട്ട് വിശപ്പ് രഹിത പ്രദേശങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം മലബാർ മേഖലയിൽ കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ, പയ്യന്നൂർ നമ്മളിപ്പോൾ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ആദ്യം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, വിശപ്പ് രഹിത പ്രദേശങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ ഒരുപാട് സർവേ നമ്മൾ ചെയ്തു തരാം. ഒരുപാട് ആൾക്കാർ നമുക്കിപ്പം സർവേ നടത്തി കഴിഞ്ഞാൽ തന്നെ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതേപോലെ നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ഒരു ത്രെട്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരാൻ ഉദ്ദേശിച്ചത്. കാരണം ഷഫീഖ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഭിക്ഷാടനം എന്നൊരു വാക്ക് ഇതിനിടയിൽ വന്നു. ഇത്തരത്തിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിലൂടെ അത് ഒരു വലിയൊരു മാഫിയയല്ലേ തടയിടാൻ ശ്രമിക്കുന്നത്. അതിലൂടെ നമുക്ക് നാട്ടിലൊരു വലിയ സാമൂഹിക വിപത്തിൽ നിന്നും കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? ഭിക്ഷാടന മാഫിയ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ത്രെട്ട് തന്നെയാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിൽ ആദ്യമായി ജനമൈത്രി പോലീസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓരോ സിറ്റീസിലുള്ള ഫ്രീസർ നമ്മൾ CCTV ക്യാമറയാൽ നിരീക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഫ്രീസറിൻ്റെ CCTV ക്യാമറയിലൂടെ നമ്മൾ ഈ ഭക്ഷണം എടുക്കുന്നവരെയും മറ്റും പൂർണ്ണമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ റിഹാബിലേഷൻ പ്രോസസ്സ്, അതായത് നമ്മൾ ഈ ആരൊക്കെയാണ് റിഹാബിലേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആരൊക്കെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് എന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കോൺവെൻറ്റ്സും ഓരോ വൃദ്ധസദനങ്ങൾ അങ്ങനെയുള്ള റിഹാബിലേഷൻ സെൻറ്റേഴ്സ് നമ്മൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിഹാബിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ ഈ ഭിക്ഷാടനം നടത്തുന്ന ആളുകൾക്ക് അവരെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഫ്രീസർ യൂണിറ്റിലേക്കൊക്കെ എത്ര ധൈര്യത്തോടെയാണ് ആളുകൾ വരുന്നത്? അവിടെ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ഈ ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാർക്ക് നിയമവിരുദ്ധമായി ചെയ്യുന്നൊരു കാര്യം, അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ ധൈര്യത്തോടെ ഒന്ന് എടുക്കാനുള്ളൊരു സാവകാശം ഉണ്ടോ അവർക്ക്? ഭിക്ഷാടന മാഫിയയുടെ ആൾക്കാർ പൊതുവെ നമ്മുടെ ഫ്രീസറിൽ നിന്ന് ഭക്ഷണം എടുക്കാറ് വളരെ കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഭിക്ഷാടന മാഫിയയുടെ ഒരു
ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 5,000 10,000 രൂപയൊക്കെ ഡെയിലി ഇൻകം ഉള്ള ഭിക്ഷാടന മാഫിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്രീസറിൽ വന്നിട്ട് അവർ ഭക്ഷണം പൊതുവെ എടുക്കാറില്ല. പൊതുവെ നമ്മുടെ ഫ്രീസറിനെ പറ്റിയിട്ടുള്ള ഒരു അവര് പൊതുവെ ഭക്ഷണം എടുക്കാറില്ല. നമ്മുടെ ഫ്രീസറിൽ നിന്നുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത് തീർത്തും അതായത് വിശപ്പ് കൊണ്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എടുക്കാറുള്ളൂ. നമ്മുടെ ഈ ഭിക്ഷാടന മാഫിയയുടെ ആൾക്കാർ പൊതുവെ നമ്മുടെ ഫ്രീസറിൽ നിന്ന് ഭക്ഷണം എടുക്കാറ് വളരെ കുറവാണ്. അതുപോലെ ഇപ്പോൾ തളിപ്പറമ്പിലോ അല്ലെങ്കിൽ തലശ്ശേരിയിലോ ഒക്കെ എവിടെയെങ്കിലും നഗരത്തിൽ എത്തിച്ചേരുന്ന ഒരാൾ, ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് തിരിച്ചറിയുക ഇന്ന സ്ഥലത്ത് പോയാൽ ഭക്ഷണം കിട്ടും എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും നം മാർഗനിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മുടെ നമ്മുടെ ഫ്രീസറിന്റെ മുകളിൽ നമ്മുടെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ട്. ആ, അപ്പോൾ ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതേപോലെ നമ്മളെ സോഷ്യൽ നെറ്റ്വർക്ക്സ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ട്. ആ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫ്രീസറിൽ എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കും. ആ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോഴും ഈ ഫ്രീസറിൽ ലഭ്യമായിരിക്കും. അതേപോലെ നമ്മുടെ ഒരു കെയർ ടേക്കർ എപ്പോഴും നമ്മുടെ ഫ്രീസറിന് 24 അവേഴ്സ് തന്നെ കെയർ ടേക്കർ ഉണ്ട്. അപ്പൊ ആ ആള് അവിടെ ഈ ഫ്രീസറിന് അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണോ? കെയർ ടേക്കർ നമ്മൾ എല്ലാ സിറ്റീസിലും നമ്മൾ ഫ്രീസർ മാനേജ് ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ കാര്യമായതുകൊണ്ട് പോയ്സണും മറ്റുള്ള കാര്യങ്ങളും അതൊക്കെ വരുന്നതുകൊണ്ട് ഒരു കെയർ ടേക്കർ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ഫ്രീസറിലും ഒരു കെയർ ടേക്കറെ അപ്പോയിന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ അതേപോലെ തീർച്ചയായിട്ടും ഈ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടാൻ ഉള്ളൊരു സാധ്യതയാണ് ആ പറഞ്ഞു വെച്ചതിലൂടെ ഇല്ലാതാക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ എത്തിച്ചേർന്ന ഈ ഫ്രീസറുകളിലൊക്കെ ഫുഡ് ഫില്ല് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ്? ഇതിന്റെ പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് വരുന്നതാണോ അതോ മറ്റെന്തെങ്കിലും സോഴ്സുകളിൽ വേണോ അതോ ഏതെങ്കിലും ഹോട്ടലുകളായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടോ? എങ്ങനെയാണ്? രണ്ട് പിന്നെ രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. നമ്മുടെ ഇപ്പം കണ്ണൂർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കണ്ണൂർ ഒരുപാട് സ്ഥലങ്ങളിൽ മെസ്സുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിംഗ് മാൾസ് അതേപോലെ ജ്വല്ലറി ടെക്സ്റ്റൈൽസ് അതേപോലെ സ്കൂളുകൾ ഇവരൊക്കെ മെസ്സ് ഉള്ള ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കെയർ ടേക്കർ ഇപ്പോൾ രാവിലെ 10:30 ആകുമ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എക്സസ് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കെയർ ടേക്കർ അവിടെ പോയിട്ട് പാക്ക് ചെയ്തെടുക്കും. അപ്പോൾ അതേപോലെ ഉച്ചയ്ക്ക് ഒരു 2:30 3 o'clock ആകുമ്പം ലഞ്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ അത് പോയിട്ട് കളക്ട് ചെയ്യും. അതേപോലെ വൈകുന്നേരം ഇപ്പം 5 6 ആകുമ്പോൾ സ്നാക്സിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നാക്സ് കളക്ട് ചെയ്യും. ഇപ്പോൾ രാത്രി 10 o'clock ആകുമ്പം ഡിന്നറും ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ പോയി നമ്മൾ ഭക്ഷണം കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. കണ്ണൂർ ഫ്രീസർ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 200 to 250 ആൾക്കുള്ള ഭക്ഷണം നമ്മൾ കണ്ണൂർ ഫ്രീസർ അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഹോട്ടൽസിൽ എക്സസ് ഫുഡ് വരുമ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് എല്ലാവരും നല്ല ടയേർഡായിരിക്കും. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള ഒരു സർവീസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവർ ഫുഡ് കളയാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഓൾറെഡി ഹോട്ടൽ പ്രോസസ്സും മെസ്സും മറ്റുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ടയേർഡായിരിക്കും. നമ്മുടെ ഈ കെയർ ടേക്കർ അത് പോയി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിലേക്ക് ഫില്ല് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മളിപ്പം ചില ഫ്രീസറിലേക്ക് ചില ആൾക്കാർ ഇപ്പം ബർത്ത്ഡേ അതേപോലെ വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് നമ്മൾ നമ്മുടെ മെസ് ത്രൂ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കും. അത് നമുക്ക് ഒരു ദിവസം ഒരു 100 ആൾക്കുള്ള ഭക്ഷണത്തിന് ഏകദേശം 1,500 രൂപയാണ് ചിലവ് വരുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റും വെക്കും അതേപോലെ ലഞ്ചും ഡിന്നറും 3 ടൈപ്പ് ഫുഡാണ് നമ്മൾ സാധാരണ മറ്റുള്ള അപ്പൊ ഇതിനെ കൂടെ മെസ്സ് പ്രത്യേകമായി നടത്തുന്നുണ്ടോ? മെസ്സ് നമ്മുടെ ഒരു ഹോട്ടലായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളവിടെ നാട്ടിലുള്ള ഒരു ഹോട്ടലായിട്ട് ഇതാണ്. അത് നമ്മൾ ഓരോരാളെ ഇപ്പം ചില ഒരു വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ മകളെയോ മകൻ്റെയോ ബർത്ത്ഡേയോ പ്രോഗ്രാംസിൽ അവർക്ക് വില്ലിങ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഡേ അവർക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം അമ്പലങ്ങൾ ഒരുപാട് അമ്പലങ്ങൾ നന്നായിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അമ്പലങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ സ്കൂൾ ഇപ്പോൾ സീതി സാഹിബ് സ്കൂൾ അതേപോലെ മൂത്തടുത്ത് സ്കൂൾ ഇതൊക്കെ ഡെയിലി ഒരുപാട് സ്റ്റുഡൻസിനും മറ്റും ഒക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അമ്പലങ്ങളിലുള്ള ഭക്ഷണം നമുക്കിപ്പം ഒരു രാജരാജേശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള തളിപ്പറമ്പിലുള്ള അമ്പലത്തിൽ നിന്നുള്ള ഭക്ഷണം നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതേപോലെ ഒരുപാട് അതായത് ശ്രീകൃഷ്ണ അമ്പലം അങ്ങനെയുള്ള അമ്പലങ്ങൾ തൃച്ചംബരം. തൃച്ചംബരം ശ്രീകൃഷ്ണ അമ്പലം
അവരൊക്കെ ഡെയിലി ഒരുപാട് സാധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സെന്റേഴ്സാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഭക്ഷണം എക്സസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കുകയും നമ്മൾ അവിടെ പോയി എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഫ്രീസറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങളായിട്ടാണ് മുമ്പോട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാഹ സൽക്കാരങ്ങൾക്ക് ഉള്ള ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ സപ്ലൈ ചെയ്യാറുണ്ടോ അങ്ങനെ? വിവാഹത്തിന്റെ എന്ന് പറയുന്നത് നമ്മുടെ മലബാർ വെഡിങ് വളരെ ഗ്രാൻഡായിട്ട് നടക്കുന്ന ഏരിയകളാണ് കണ്ണൂർ എന്ന് പറയുന്ന സംഭവം. ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ 500ഉം 1000ഉം ആൾക്കാരുടെ ഭക്ഷണം നമ്മൾക്ക് എക്സസ് ഒക്കെ വരാറുണ്ട്. 1000 ചിലപ്പോൾ ഒരു മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് കല്യാണം മുടങ്ങിപ്പോവുകയോ എന്ന സന്ദർഭത്തിൽ ഭക്ഷണം മുഴുവനും ബാക്കിയാവും. അപ്പം നമ്മളെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വോളണ്ടിയർ പാനലുണ്ട്. 10-15 ആൾക്കാരുള്ള ഒരു വോളണ്ടിയർ പാനലുണ്ട്. ഈ പാനലിന്റെ ആൾക്കാർ നമുക്കിപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇതിൽ നമ്മളെ അറിയിക്കുകയും നമ്മൾ ഈ കല്യാണ വീട്ടിൽ സ്പോട്ടിൽ പോവുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് കംപ്ലീറ്റ് നമ്മൾ ഈ സംഭവം പാക്ക് ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ ഏകദേശം കണ്ണൂർ ജില്ലയിൽ ഒരു 10, 25, 40 കോൺവെന്റ്സ് ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഓരോ കോൺവെന്റ്സിലും 200, 300, 400 ആള് ഇൻമേറ്റ്സ് ഉള്ള ഒരുപാട് കോൺവെന്റ്സ് തളിപ്പറമ്പിലും കണ്ണൂർ ജില്ലയിലും ഉണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു ഫുഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്യും. ഇപ്പം ലഞ്ചാ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലഞ്ച് അവർക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെ നമ്മൾ പ്രീവിയസ്ലി ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രാത്രിത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്യില്ല. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ അത്താഴക്കൂട്ടത്തിൻ്റെ ആൾക്കാർ സർവേ ചെയ്തിട്ട് ഒരുപാട് കോളനീസ്, വളരെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് കോളനികളുണ്ട്. വളരെ ഈ രാജീവ് ഗാന്ധി ദശലക്ഷം കോളനി, അങ്ങനെ ഒരുപാട് കോളനികൾ, വളരെ പാവപ്പെട്ട രീതിയിലുള്ള ഒരുപാട് കോളനീസ് ഉണ്ട്. ഈ കോളനികളിലേക്ക് നമ്മുടെ വോളണ്ടിയേഴ്സ് ഗുഡ്സിലും അതേപോലെ ട്രാൻസ്പോർട്ടിലും ഫുഡ് കയറ്റി അവിടത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പതിവാണ്. വെഡിങ് നമ്മൾ അങ്ങനെയാണ് മാനേജ് ഈ സാധാരണ എങ്ങനെയാണ് ഇതിന്റെ റെസ്പോൺസസ്? ഇപ്പോൾ ഈ ഇത്രയധികം യൂണിറ്റുകൾ പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്നു, അവിടെ നിന്നൊക്കെ നിന്ന് ജനങ്ങൾ വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് കൃത്യമായിട്ട് പോകുന്നുണ്ടോ? അതങ്ങനെ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ടോ? നമ്മുടെ തളിപ്പറമ്പില് ഏകദേശം ഒരു 100 ആക്കുള്ള ഭക്ഷണം നമ്മൾ തളിപ്പറമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ ഏകദേശം ഒരു 200 ആവറേജ് പോകുന്നുണ്ട്. തലശ്ശേരിയും ഏകദേശം ഒരു 100-150 രീതിയിലുള്ള ഭക്ഷണം പോകുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് അവിടെ കൺസ്യൂം ചെയ്യുന്ന ഫുഡാണ് അല്ലേ? സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഫുഡാണ്. പയ്യന്നൂർ ഇപ്പം നമ്മളൊരു കവായി പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് പയ്യന്നൂർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പയ്യന്നൂർ ഇപ്പോൾ അടുത്ത് തന്നെ സെന്റ് മേരീസ് ഇതിന്റെ മുന്നിലാണ് നമ്മുടെ ഫ്രീസർ വരുന്നത്. ചർച്ചിന് മുമ്പിലോ? സെന്റ് മേരീസ് സ്കൂളിന്റെ മുന്നിലായിട്ടാണ് നമ്മുടെ ഫ്രീസർ വരുന്നത്. അപ്പോൾ ആൾക്കാർ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഈ 3000 രൂപക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫ് നമ്മുടെ തളിപ്പറമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു $100 കൊണ്ട് ഒരാൾക്ക് എന്തായാലും ഒന്നും കിട്ടാൻ വേണ്ടി പോകും. അപ്പോൾ അവരൊക്കെ നമുക്ക് ഫുഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫുഡ് കൊടുക്കും. അതേപോലെ നമ്മൾക്കിപ്പം മുമ്പ് നമ്മളെ പഴയ കേരളത്തിന്റെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഇല്ലങ്ങളിലും തറവാട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്ത് ഒരു മണിമുട്ടി രാത്രി അവരുടെ പഠിപ്പുര അടയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, പട്ടിണിക്കാരുണ്ടോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ മെയിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഹൈവേയിൽ തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. നമ്മൾ മെയിൻ റോഡിൽ ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ഫ്രീസറും ഉള്ളത്. പിന്നെ ആർക്കും തളിപ്പറമ്പിലോ കണ്ണൂരോ തലശ്ശേരിയോ പയ്യന്നൂരോ ഇപ്പം വരുന്നുണ്ടെങ്കിൽ ആരും ഇപ്പം ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഈ ഫ്രീസർ ഫേമസ് ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തുടക്കത്തിൽ സംസാരിച്ചൊരു വിഷയം, അതായത് കേരളം മുഴുവൻ ഈ ഭക്ഷണക്ഷാമം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആ 3 നേരത്തെ ഭക്ഷണവും കൊടുക്കാൻ സഹായിക്കുന്ന ഒരു തരത്തിലേക്ക് ഇത്തരം ഒരു പദ്ധതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നൊരു വാർത്താപത്രങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് പറയാനുള്ളത്? നമ്മുടെ ഈ പ്രോജക്റ്റുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മുടെ ഈ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ടായിരുന്നു മൂപ്പർ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്നത് മൂപ്പർ കയ്യിലുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഏകദേശം ഡീറ്റെയിൽഡ് ആയിട്ട് മൂപ്പരുടെ അടുത്ത് ഒരു 20 മിനിറ്റ്സോളം നമ്മൾ ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചു.
അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഓൾറെഡി 15 അംഗ കമ്മിറ്റിയുള്ള ഒരു കമ്മിറ്റി കേരളത്തിൽ കംപ്ലീറ്റ് നമ്മൾ ഫോം ചെയ്തിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു വിശപ്പ് രഹിത കേരളം എന്നൊരു പ്രോജക്റ്റ് തന്നെയാണ് മൂപ്പർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടം എന്നുള്ള രീതിയിൽ ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം സൈഡിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ NGO ആയിട്ട് കണക്ട് ചെയ്തിട്ട് വിശപ്പ് രഹിത കേരളം എന്നൊരു പ്രോജക്റ്റ് ഇപ്പം നടപ്പാക്കി കൊണ്ടുവരുന്നുണ്ട്. വെരി സൂൺ അത് ഇംപ്ലിമെന്റ് ചെയ്യും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വളരെ ചെറിയ കാശിന് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ ശൃംഖല നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്നാലും അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ പൈസ എത്രയാണെന്ന് പറയാതെ ഒരു ഓപ്പൺ ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാതിരിക്കാം, ഭക്ഷണം കഴിക്കാൻ എത്തിച്ചേരാമെന്ന് പറയുന്ന പദ്ധതികളൊക്കെ ആയിട്ട് അദ്ദേഹം അവരുടെയൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ, എന്തായാലും ഇതെന്താണ് അത്താഴക്കൂട്ടത്തിന്റെ മുന്നോട്ടുള്ള വികസന പദ്ധതികൾ, എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അത്താഴക്കൂട്ടത്തിന്റെ വിശപ്പ് രഹിത കേരളം തന്നെയാണ്. അതേപോലെ നമ്മുടെ ഈ റിഹാബിലേഷൻ പ്രോസസ്സ്, അതായത് നമ്മുടെ ഈ ഫ്രീസർ നോക്കിയിട്ടുള്ള നമ്മുടെ റിഹാബിലേഷൻ പ്രോസസ്സ് ഏകദേശം നമ്മളിപ്പോൾ ഒരു 40-45 ആൾക്കാരോളം റിഹാബിലേറ്റ് ചെയ്തിട്ടുണ്ട്. റിഹാബിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുമ്പോട്ടുള്ള ജീവിക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്? റിഹാബിലേഷൻ പ്രോസസ്സ് 2 തരത്തിലാണ്. ഒന്ന് നമ്മൾ ഹെൽത്തി വൈസ് നന്നായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ജോലിയും മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു റിഹാബിലേഷനാണ് അത് നമ്മൾ നോക്കുന്നത്. അതേപോലെ തീരെ ഹെൽത്തി വൈസ് മോശമായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ ഈ കോൺവെന്റ്സ്, നമ്മൾ ഈ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോൺവെന്റ്സിൽ നമ്മൾ ഇവരെ റിഹാബിലേറ്റ് ചെയ്തിട്ട്, അതേപോലെ നമ്മളിപ്പം തണൽ അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് നമ്മളിപ്പം ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് നല്ലൊരു ബെറ്റർ ലൈഫ്, അതായത് നമ്മൾ റോട്ടിൽ നിന്നുള്ള നരക ജീവിതത്തിന് വേണ്ടി അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ബെറ്റർ ലൈഫാണ് നമ്മുടെ ഈ റിഹാബിലേഷൻ പ്രോസസ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള സംരംഭം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിന് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഇത് വലിയൊരു യൂണിറ്റായി പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല മൊത്തത്തിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരവസ്ഥയിൽ അല്ലേ? കണ്ണൂർ മുതൽ പയ്യന്നൂർ വരെ എത്തിച്ചേരുന്ന ഒരു ശൃംഖലയാണ് ഇപ്പം ഷഫീഖിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ശൃംഖല കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരുപാട് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആവാൻ സാധ്യതയുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ റണ്ണിങ് കോസ്റ്റ് ഏകദേശം നമുക്കിപ്പം ഒരു മാസം ശരിക്കും റൺ ചെയ്ത് പോകണമെങ്കിൽ ഏകദേശം 1 to 1.25 lakhsോളം നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. നമ്മുടെ പല അസോസിയേഷനായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മുടെ തളിപ്പറമ്പിലുള്ള ഒരു പ്രവാസി അസോസിയേഷൻ, തപസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രവാസി അസോസിയേഷൻ അത്താഴക്കൂട്ടത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാസി അസോസിയേഷനാണ് തപസ് പ്രവാസി അസോസിയേഷൻ. അതേപോലെ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ, അതേപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മ, അതേപോലെ ഫേസ്ബുക്ക് പേജ്, അങ്ങനെയുള്ള ഒരുപാട് വളരെ സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾക്കാർ തരുന്ന എമൗണ്ട് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു മാസം ഒരു 1.5 ലക്ഷം രൂപ ചിലവ് വരും. അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ ഡ്രസ് ബാങ്കിങ്, ഗുഡ്നസ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഗുഡ്നസ് ബാങ്കിങ് നമ്മുടെ ഈ അധികം മോശമാകാത്ത രീതിയിലുള്ള നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് പ്രൊവൈഡ് ഡ്രസ് മെറ്റീരിയൽസ് അത് ഡ്രസ് മെറ്റീരിയൽസ് ആവാം, ടോയ്സ്, മെഡിസിൻസ്, അതേപോലെ ഫുട്വെയർസ്, ഷൂസ്, അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോൺവെന്റ്സിൽ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ടോയ്സ്, അതേപോലെ ഡ്രസ്സൊക്കെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് കൂടെ നമ്മൾ അത്താഴക്കൂട്ടത്തിലാണ്. വെരി ഗുഡ്, നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇപ്പോൾ ഇവിടെ ഷഫീഖ് പറഞ്ഞു വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ വായിച്ചു പോയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് വിധ്വംസക പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകളും നല്ല പ്രവർത്തനങ്ങളും ചെയ്തു വെക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഷഫീഖ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്.
എന്തായാലും ഈ ഒരു അത്താഴക്കൂട്ടവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്ന ഒരു സംരംഭവുമായിട്ട് ബന്ധപ്പെട്ടും അത്താഴക്കൂട്ടം പ്രവർത്തിക്കുകയുണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷംറീസ് ബക്കറാണ് അതിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ട്രാഫിക് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കുട്ടിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മിംസ് ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം മാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഈ കുട്ടിയുടെ ഇത് 5-6 അവേഴ്സും ഉണ്ട് മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ഒരു വാട്സപ്പ് സൈബർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ സിറ്റീസിലും അതിൻ്റെ വോളണ്ടിയേഴ്സിന്, അതായത് മംഗലാപുരം മുതൽ കൊച്ചി വരെ ഉള്ള ഓരോ ഏരിയയിലും വോളണ്ടിയേഴ്സിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ആംബുലൻസിന് പോകാനുള്ള പൂർണ്ണ സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറൗണ്ട് ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവർ മംഗലാപുരത്തു നിന്നും കൊച്ചിയിലെത്തുകയും ആ കുട്ടിയുടെ സർജറി വളരെ ഭംഗിയായി കഴിയുകയും കുട്ടി വളരെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫ് കേരള എന്ന് പറയുന്നുള്ള ഒരു അസോസിയേഷനാണ്, അതും അത്താഴക്കൂട്ടത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്തായാലും മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ച ഒരു വാർത്തയായിരുന്നു അത്. 6 മണിക്കൂർ കൊണ്ട് ആ കുട്ടിയെ മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച ഒരു കാര്യം. നമ്മുടെ ട്രാഫിക് സിനിമയെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു അതിലൂടെ കടന്നു പോകുന്നതൊക്കെ. ലൈവ് കമൻ്ററി ഒക്കെ ഉണ്ട്, വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന, ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷഫീഖിനോടൊപ്പമുള്ള മറ്റു പല സുഹൃത്തുക്കൾക്കും, അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി, ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന ഷംറീസ് ബക്കറിനും, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മകൾക്കൊക്കെ ഈ ബഹുജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? സാധാരണ ജനങ്ങളുടെ ഒരു പ്രതികരണം മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? വളരെ സപ്പോർട്ടീവാണ്. നമ്മുടെ ഈ ഇന്ത്യയിലെ ഇപ്പം ചില ഭാഗത്ത് വെള്ളപ്പൊക്കവും അതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സിറ്റുവേഷൻ ഒരു 1 year ബാക്ക്, മീൻസ് ഒരു 6-7 months ബാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് ഏകദേശം ഒരു 1-2 ലക്ഷം ആൾക്കാർ ശരിക്കും വീടും അതേപോലുള്ള എല്ലാം നഷ്ടപ്പെട്ട് റോഡ് സൈഡിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഷംറീസും ഇങ്ങനെ സംസാരിച്ചതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു ഈവനിങ് പേപ്പറിലും നമ്മുടെ ഒരു ഡ്രസ് ബാങ്കിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ ഈ ഗുഡ്നസ് ബാങ്കിങ്ങിനെ പറ്റിയിട്ടും നമ്മൾ ആലോചിച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 8 ലക്ഷം ഡ്രസ്സ് ഓൾ ഓവർ കേരളയിൽ നിന്ന് നമുക്ക് വരികയുണ്ടായി. 8 ലക്ഷം ഡ്രസ്സ് നമ്മൾ ഏകദേശം റെഫ്യൂജ് ക്യാമ്പ്സിലേക്കും അതേപോലെ ഡൽഹി, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹൈദരാബാദ്, അങ്ങനെ റെഫ്യൂജ് ക്യാമ്പിലുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മൾ ഈ ഡ്രസ്സുകളെ എത്തിച്ചു. ഏകദേശം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിട്ടായിരുന്നു ഡ്രസ്സും മറ്റുള്ള ഗുഡ്നസ് ബാങ്കിങ്ങിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് വന്നത്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയുള്ള പ്രതികരണമാണോ ഈ നമ്മുടെ അത്താഴക്കൂട്ടത്തിലേക്കുള്ള ഒരു സപ്പോർട്ടിലേക്കും അവരുടെ പ്രതികരണം? അതേപോലുള്ള ഇത് തന്നെയായിരുന്നു. അത് നേരിട്ട് നമ്മളെ വോളണ്ടിയേഴ്സും മറ്റുള്ള കാര്യങ്ങളും നേരിട്ടാണ് റെഫ്യൂജ് ക്യാമ്പ്സിലേക്കും അതേപോലെ ഈ വെള്ളപ്പൊക്കം, ഭൂകമ്പം, അതേപോലെ കഷ്ടപ്പെടുന്ന, അതേപോലെ നമ്മുടെ ഈ റോഹിംഗ്യൻ സൊസൈറ്റി, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെരി ഗുഡ്, നല്ല ഒരു കാര്യം തന്നെയാണ്. അത് എന്തായാലും ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കട്ടെ, സാമൂഹ്യ മാധ്യമങ്ങൾ, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതൊക്കെ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതാണ് എന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഇപ്പോഴുള്ള ഈ തലമുറ, പുതിയ തലമുറകൾ, ഈ യുവതലമുറ, നമ്മൾ ന്യൂജൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ തലമുറ കണ്ട് പഠിക്കേണ്ട ചില കാഴ്ചകളാണ് ഷഫീഖും ആ ഒരു ടീം നമുക്ക് നൽകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംരംഭവുമായിട്ട് അത് കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കുന്ന ഒരു സംരംഭമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഷഫീഖിൻ്റെ സഹപ്രവർത്തകർക്കുമൊക്കെ ചാനൽ ഡിയുടെ എല്ലാവിധ നന്ദിയും. ഞങ്ങളോടൊപ്പം ചേർന്നതിന് അങ്ങേയറ്റത്തെ നന്ദി ഷഫീഖ്. അപ്പോൾ കഫേ ഡി ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ വീണ്ടും 7 മണിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി കഫേ ഡി എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇന്ന് 12 മണിക്ക് ശേഷമുള്ള ചാനൽ ഡി വാർത്തകളും ന്യൂസ് ബുള്ളറ്റിനും എല്ലാവരും ഫോളോ ചെയ്യുക. നാളെ കാണാം. നന്ദി, നമസ്കാരം.